കാഞ്ഞങ്ങാട്ട് ട്രെയിൻ തട്ടി മരിച്ച കോട്ടയം പനച്ചിക്കാട് സായിപ്പ് കവല പാലക്കുടിയിൽ ചിന്നമ്മയ്ക്ക് ആയിരങ്ങളുടെ യാത്രാമൊഴി. ശനിയാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ ചിന്നമ്മയടക്കം 3 പേരാണ് മരിച്ചത്. മകളുടെ പുത്രിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ചിന്നമ്മയും ഭർത്താവ് ഉതുപ്പാനും മറ്റു കുടുംബാംഗങ്ങളും അടങ്ങുന്ന 50 പേർ വരുന്ന സംഘം കാഞ്ഞങ്ങാട്ട് എത്തിയത്. ചടങ്ങുകൾക്ക് ശേഷം തിരികെ കോട്ടയത്തേക്ക് പോകാൻ മലബാർ എക്സ്പ്രസ്സിൽ കയറാനായി പാളം മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടം. അതിവേഗമെത്തിയ ട്രെയിൻ ചിന്നമ്മയ്ക്കൊപ്പം അടുത്ത ബന്ധുക്കളായ കുറിച്ചി സ്വദേശിനി ആലീസിനെയും പരുത്തുംപാറ സ്വദേശിനി ഏഞ്ചലയെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ചിന്നമ്മയുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ ആയിരുന്നു. തിരുവോണദിനം നാട്ടിലെത്തിച്ച മൃതദേഹം കളത്തിപ്പടിയിലെ കാരിത്താസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് സായിപ്പ് കവലയ്ക്ക് സമീപത്തെ പാലക്കുടിയിൽ വീട്ടിൽ മൃതദേഹം എത്തിച്ചത്. നാട്ടുകാരും ബന്ധുജനങ്ങളും ഉള്ളുലയ്ക്കുന്ന വേദനയോടെയാണ് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കാണാനെത്തിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എയും അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 4 മണിയോടെ വീട്ടിലെ ശുശ്രൂഷകൾ ആരംഭിച്ചു. കാനായ സഭയിലെ വൈദികർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് 5 മണിയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചിങ്ങവനം സെൻറ് ജോൺസ് ദേറാപ്പള്ളിയിൽ സംസ്കാര ശുശ്രൂഷ നടന്നു. മരിച്ച ഏഞ്ചലയുടെ സംസ്കാരം നാളെ ദേറാപ്പള്ളിയിൽ നടക്കും.